ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്റ്റീഫൻ്റെയും ആനിയുടെയും കൃഷിലോകത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കായ്ക്കാത്ത മാവ് കായ്ക്കുന്നതിനുള്ള കുറച്ച് ടിപ്സുകളൊക്കെയാണ് പറയുന്നത്. ഏറ്റവും പ്രധാനം മാവിന് വളം ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. നമ്മുടെ പറമ്പ് വളക്കൂറുള്ള മണ്ണൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് വളം ചെയ്തില്ലെങ്കിലും കായ്ക്കും. പക്ഷേ വളക്കൂറ് കുറഞ്ഞതാണെങ്കിൽ വളത്തിൻ്റെ അഭാവം കൊണ്ടും മാവ് കായ്ക്കാതിരിക്കും. ഇപ്പോൾ പ്രധാനമായിട്ടും ഇപ്പോൾ കായ്ക്കാത്ത മാവിന് ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത് സെപ്റ്റംബർ അവസാനത്തിൽ മാവിൻ്റെ ശിഖരങ്ങളൊക്കെ ഒന്ന് പ്രൂൺ ചെയ്ത് ആ മുറിപ്പാടുകളിലെ ബോർഡോ കുഴമ്പോ അല്ലെങ്കിൽ സ്യൂഡോമോണസ് കുഴമ്പ് രൂപത്തിലാക്കിയിട്ടോ നമുക്ക് പുരട്ടി കൊടുക്കാം. ഈ വീഡിയോയിൽ ഞങ്ങളുടെ ഒരു മാവ് കായ്കൾ കുറഞ്ഞിട്ട് അതിന് നമ്മൾ പ്രയോഗിച്ചൊരു വളവും ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ഒക്ടോബർ മാസത്തിൽ ചിനപ്പകളൊക്കെ വരും. ആ സമയത്ത് നമുക്ക് മാവിൻ്റെ ചുവട്ടിൽ തടവെടുത്തിട്ട്, അതായത് മാവിൻ്റെ കട ഭാഗത്തു നിന്ന് ഒരു 2 മീറ്റർ അകലെയായിട്ട് വേണം തടം തുറക്കാനായിട്ട്. അതിൽ വളം കുറവുള്ള സ്ഥലമൊക്കെ ആണെങ്കിൽ 50 കിലോ കാലിവളമോ കമ്പോസ്റ്റോ വരെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം 2 കിലോ പൊട്ടാഷ് കൂടി ചേർത്ത് തടം മൂടി ആവശ്യമെങ്കിൽ നമുക്ക് നനച്ചു കൊടുക്കാം. നവംബർ ഡിസംബർ മാസത്തിൽ പൂക്കൾ വിരിയും. ആ സമയത്ത് നമുക്ക് സ്യൂഡോമോണസ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. മാവ് പൂക്കുമ്പോൾ കായ് പിടിച്ച് കിട്ടാനായിട്ട് പണ്ട് കാലം മുതലേ ചെയ്തു വന്നിരുന്നൊരു കാര്യമാണ് മാവിന് പുകച്ചു കൊടുക്കുക എന്നുള്ളത്. പൂക്കാത്ത മാവ് പൂക്കുന്നതിനും ഇതേ കാര്യം തന്നെ അനുവർത്തിക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ റോഡ് സൈഡിലൊക്കെയുള്ള മാവിന് ആരും വളം ചെയ്യാറുമില്ല, പുകച്ചും കൊടുക്കാറില്ല. എങ്കിലും അത് നിറയെ കായ്ച്ചു നിൽക്കുന്നത് നമ്മൾ കാണാറുണ്ടല്ലേ. വാഹനങ്ങളിൽ നിന്ന് ആവശ്യത്തിന് പുക ഏൽക്കുന്നത് കൊണ്ട് കീടങ്ങളും കുറവാണ്, ആവശ്യത്തിന് പുകയും കിട്ടുന്നുണ്ട്. മാവിൻ്റെ ഇലകളൊക്കെ കൊഴിഞ്ഞു വീണ് അത് നല്ലൊരു വളമായിട്ടും തീരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പുകച്ചു കൊടുക്കുന്നത് കൊണ്ടുള്ള ഗുണമെന്ന് പറയുന്നത് എത്തിലീൻ എന്ന് പറയുന്നൊരു ഹോർമോൺ മാവിന് ലഭിക്കുന്നുണ്ട്. അത് പൂക്കാനും കായ്ക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. മാവ് വ്യാവസായികാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന ആൾക്കാർ മാവ് കായ്ക്കണം എന്നുള്ള ആ ഒരു സമയത്തിന് 2 മാസം മുൻപ് രാസവള പ്രയോഗവും അതല്ലെങ്കിൽ ഹോർമോൺ സ്പ്രേയും ഒക്കെ ചെയ്യാറുണ്ട്. ആ രീതിയിലാണ് അവർ വില കിട്ടുന്ന ആ ഒരു സമയത്ത് മാങ്ങ വിളവെടുക്കാൻ പാകത്തിലാക്കുന്നത്. ഇത് നമ്മളിപ്പോൾ പുകച്ചു കൊടുക്കണം. കാരണം ഇതിൻ്റെ മാവ് നിറച്ച് പൂത്തിട്ടുണ്ട്. അപ്പോൾ ആ പൂത്തേക്കണ മാവുമ്മ കീടങ്ങളുണ്ടാവും. അപ്പോൾ അതിൻ്റെ പൂ കൊഴിഞ്ഞു പോകും. അപ്പോൾ അത് പോവാതിരിക്കണമെങ്കിൽ ഇതുപോലെ പുക ചെന്ന് കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. കാലത്തും അതുപോലെ വൈകിട്ടും നമ്മളൊന്ന് പുകച്ചു കൊടുക്കണം. അപ്പോൾ കൂടുതൽ മാങ്ങ പിടിക്കും, കൊഴിഞ്ഞു പോകാറ്. അപ്പോൾ ആ ഇതിൽ വന്നിരിക്കുന്ന കീടങ്ങളൊക്കെ പറന്നു പോകും പുകയിലും. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കുറച്ച് പച്ചയും കൂടി ഒടിച്ചിട്ട് കൊടുത്താൽ നല്ല പുക കിട്ടും. ഇതാണ് നമ്മുടെ മാവ് പൂത്തത്. പൂക്കാതെയൊക്കെ നിൽക്കുന്നതിനൊക്കെ ഇത്തിരി പുകച്ചു കൊടുക്കുകയാണെങ്കിൽ പൂക്കൾ ഉണ്ടാവാനും കായ്കൾ ഉണ്ടാകാനും ഒക്കെ സഹായിക്കും. നമ്മുടെ ലൂവിൽ നിറയെ ലൂവിക്കുണ്ട് മുകളിൽ. ഇതിപ്പോൾ നമ്മൾ ഉണക്ക മാത്രം ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് കത്തിപ്പോവും. അപ്പോൾ പച്ച ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് പുകഞ്ഞോളും. അപ്പോൾ മഴ പെയ്ത് നനഞ്ഞ കരിയിലാണ്. നമ്മുടെ മാവ് പൂത്തിട്ടുണ്ട് നിറയെ. ഇവിടെ മാങ്ങയുണ്ട്. ഈ മാവ് പൂത്തിട്ട് കുറച്ച് കൊല്ലങ്ങളായെങ്കിലും നമുക്ക് കാര്യമായിട്ട് മതുമ്പോൾ മാങ്ങ ഉണ്ടാക്കി കിട്ടാറില്ല. അങ്ങനെ വന്നപ്പോൾ നമ്മൾ കഴിഞ്ഞ കൊല്ലം ഈ മാവിൻ്റെ കടയ്ക്ക് ഉലുവ വെള്ളം അതുപോലെ ഉലുവയും നമ്മൾ തിളപ്പിച്ച് ശരിയാക്കി വെച്ചിട്ട് ഇതിൻ്റെ കടയ്ക്ക് ഒഴിച്ചിട്ട്, അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഈ തവണ ഒരു വിധം മാവ് പൂത്തിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം പൂത്തതിനേക്കാളും കുറച്ചുകൂടി നല്ല റിസൾട്ട് ഉണ്ട്. ഇത് കൂടി വന്നാൽ ഇതുമേ ഉണ്ടാവുന്നത് ഒരു മാങ്ങയൊക്കെ ഉണ്ടാവാറുള്ളൂ, ഒന്നല്ലെങ്കിൽ 2. അപ്പോൾ അതിന്റെ വ്യത്യാസം ഇപ്പൊ ഈ കൊല്ലം കാണാണ്ട് അടുത്തേക്ക് ഇത് കൂടുതൽ വ്യത്യാസം കാണുമായിരിക്കും. അപ്പോൾ നമ്മൾ ഇതിന്റെ ഈ ഉലുവ ഇടുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവര് കണ്ടിട്ടുള്ളവർക്ക് ഇതിപ്പോ കാണുമ്പോൾ മനസ്സിലാകും നമ്മുടെ ഉലുവ പ്രയോഗം സക്സസ് ആയെന്നുള്ളത്. ഇപ്പൊ പലരും ഇപ്പോഴും പൂത്തുകൊണ്ടിരിക്കുന്നുണ്ട്, അതുപോലെ ചെയ്തിട്ടുണ്ട്. ഇതുപോലെയുള്ള പൂക്കൊലയൊന്നും നമുക്ക് ഇതുമേ ഉണ്ടാവാറില്ല. ചെറിയ ഇതുപോലെ എന്തെങ്കിലും ഒരു ചെറിയ പൂക്കൊല ഉണ്ടാവും. 1 or 2 മാങ്ങ ചിലപ്പോൾ പിടിക്കും. ബഡ് മാവാണ്, എന്നിട്ട് ഇത്രയും ഇതായി. അപ്പൊ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്ത് ഇതുമേ ഈ തവണ നമ്മളുടെ പണി സക്സസ് ആയിട്ടുണ്ട്. അടുത്ത തവണത്തേക്ക് ഇത് ഫുള്ളുണ്ടാവും. അതിന്റെ മുകളിൽ മാങ്ങ കിടപ്പുണ്ട്. അല്ലെങ്കിൽ 2. അപ്പൊ ഞങ്ങളുടെ പരീക്ഷണം വിജയിച്ചു, മാങ്ങ പരീക്ഷണം വിജയിച്ചു. അപ്പൊ ഇത് അന്ന് ചെയ്ത ഇതുപോലെ ഒരുപാട് പേര് പറഞ്ഞായിരുന്നു കേട്ടോ, ഞങ്ങളും ചെയ്തു എന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ അവരൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പൊ മാവ് പൂത്തോ എങ്ങനെയാണ് അവസ്ഥ എന്നൊക്കെ കമന്റ് ചെയ്യണം കേട്ടോ.
അപ്പം നമ്മളിന്ന് മാവ് കായ്ക്കേണ്ട കാര്യത്തെ പറ്റി പലരെയും മാവുകൾ കായ്ക്കുന്നില്ല, വർഷങ്ങളായിട്ട് 10 വർഷമായി 20 വർഷമായി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരുപാട് കമൻറ്റുകൾ നമുക്ക് വരാറുണ്ട്. അപ്പോൾ അതിനകത്ത് ചിലർ മോതിരവളയം ചെയ്തു, ഇതെങ്ങനെ ചെയ്യണേ, ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പറയും. അപ്പം മോതിരവളയം ഇന്നാളൊരു കമൻറ്റ് വന്നത് നമ്മളുടെ എന്ന് പറഞ്ഞാൽ മോതിരവളയം ചെയ്ത് കഴിഞ്ഞപ്പോൾ ആൾ ഇത് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ തടിയിൽ വരെ കട്ട് ചെയ്ത് കളഞ്ഞു. നമ്മൾ ഒരു കാരണവശാലും തടിയിലേക്കൊന്നും വരരുത്, ഇതിൻ്റെ ഈ തൊലീനെയാണ് നമ്മൾ കട്ട് ചെയ്ത് കളയേണ്ടത്. അത് അവർ റൗണ്ട് കണ്ടീഷനിൽ കളഞ്ഞിട്ട് ആ തൊലി മാത്രം എടുത്ത് കളയണം. അങ്ങനെ കളഞ്ഞു കഴിയുമ്പോൾ നമ്മളുടെ മാവുകൾ പിറ്റേ കൊല്ലത്തേക്ക് കായ്ച്ചു കിട്ടാനും കാര്യങ്ങൾക്കും വളരെ സാധ്യത കൂടുതലാണ്. പിന്നെ അതുപോലെ എന്ന് പറഞ്ഞാൽ നമുക്ക് പല കാര്യങ്ങളും കൊണ്ട് മാവ് കായ്ക്കാതിരിക്കാം. ഇപ്പോൾ ചിലപ്പോൾ എന്ന് പറഞ്ഞാൽ മാവിന് എന്തെങ്കിലും കീടബാധയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് സംഭവിക്കാം. നമ്മളപ്പോൾ കഴിഞ്ഞ തവണ ഇവിടെ ജാതിക്കും എല്ലാ സാധനത്തിനും മരുന്നടിച്ച് ബോർഡോ മിശ്രിതം സ്പ്രേ ചെയ്ത കൂട്ടത്തിൽ നമ്മൾ മാവിനും എല്ലാ മാവുകൾക്കും കാര്യമായിട്ട് ചെയ്തു, ഒക്കെ ഇതിന് മരുന്നടിച്ചു. അപ്പോൾ ഈ മാവുകളുമൊക്കെ മുകളിൽ ഇതിൻ്റെ ഈ മാറാമ്പല കെട്ടെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഇലകളൊക്കെ ചുറ്റി കൂട്ടി മാറാമ്പല പിടിച്ച് ഇങ്ങനെ ഉണങ്ങി തൂങ്ങി കിടക്കുക, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാകും. അപ്പോൾ അതൊക്കെ കാരണമെന്ന് പറഞ്ഞാൽ മാവിന് ഒരു ചെറിയ കേടും കാര്യങ്ങളൊക്കെ. നമ്മളുടെ ഇവിടെ തന്നെ ബഡ് മാവ് വെച്ചിരുന്നത് നമ്മളുടെ അപ്പൂസ് എന്ന് പറഞ്ഞ മാങ്ങയാണ്, നല്ല ടേസ്റ്റി മാങ്ങയാണ്. അത് ചെറിയ പ്രായത്തിൽ തന്നെ അതിന് താങ്ങാവുന്നതിൽ കൂടുതൽ, കമ്പുകൾക്ക് താങ്ങാവുന്നതിൽ കൂടുതൽ മാങ്ങ ഉണ്ടാവുകയും ഒരു മാങ്ങ തന്നെ ഒരു 3/4 കിലോ ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതുപോലെ വലിപ്പത്തിലും വരെയും കൊമ്പൊടിയാൻ ഞാൻ കുത്തുകൊടുത്ത് നിർത്തിയത് വരെ അതങ്ങനെ പല വർഷങ്ങളുണ്ടായി. അത് കഴിഞ്ഞിട്ട് പിന്നെ മാവ് കായ്ച്ചിട്ടില്ല. ഇപ്പോൾ പല വർഷങ്ങളായിട്ട് മാവിന് കായ്ക്കലുമില്ല, ഒന്നുമില്ല. അപ്പോൾ കഴിഞ്ഞ തവണ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ മരുന്ന് സ്പ്രേ ചെയ്ത കൂട്ടത്തിൽ എല്ലാ മാവിനും സ്പ്രേ ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്യും. അതൊക്കെ ചെയ്തപ്പോൾ ഈ കൊല്ലം അതുമേ ഇപ്പോൾ ഇലകൾക്ക് ഒന്നിനും ഒരു കേടുമില്ല, ഒന്നുമില്ല, നല്ല ഉഷാറിൽ മാവ് കിളിർത്തു. അത് കഴിഞ്ഞ് ഇപ്പോൾ ഇലകളൊക്കെ മൂത്ത കണ്ടീഷനിലേക്ക് ഉണ്ട്. ഇന്നിപ്പോൾ ഞാൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതുമേ ഒരുവിധം വലിപ്പത്തിലുള്ള 2 മാങ്ങ ഉണ്ടായി കിടക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ കേടവൻ്റെ ഒരു കംപ്ലൈൻറ്റ് അതുമ്പോൾ കാണാനില്ല. ഇലകളൊക്കെ നോക്കിയാൽ നല്ല ഉഷാറിൽ നല്ല ആരോഗ്യത്തിൽ മാവ് നിൽക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ വളക്കുറവും കൊണ്ട് സംഭവിക്കാം, പിന്നെ അതുപോലെ മാവിന് എന്തെങ്കിലും കേട് കാര്യങ്ങളും കൊണ്ട് സംഭവിക്കാം, പിന്നെ ഇതിൻ്റെ മദർ പ്ലാന്റ് മോശമായിരുന്നാൽ സംഭവിക്കാം. അങ്ങനെ പല പല കാരണങ്ങളും കൊണ്ട് സംഭവിക്കാം. അപ്പം നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ പല കാരണങ്ങളും കൊണ്ടുണ്ടാവും. അപ്പം നമ്മൾ ഒരു കാര്യം ചെയ്തിട്ട് മാവ് കായ്ച്ചില്ലെങ്കിൽ അതല്ല മറ്റെന്തെങ്കിലും പോരായ്മ ഈ മാവിൻ്റെ കാര്യത്തിൽ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതാണ് ഞാൻ പറഞ്ഞ് നമ്മളിപ്പോൾ മരുന്നടിച്ചു കൊടുക്കാം. അപ്പോൾ അതും കൊണ്ട് ഇപ്പം ഈ മാവിനൊക്കെ ശരിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ ആ മരുന്നടിച്ചും കൊണ്ട് വളരെ ഗുണമുണ്ട്. ഇപ്പം നിറയെ മാങ്ങ ഉണ്ടായിട്ടുണ്ട്. കായ്ക്കുന്ന മാവ് തന്നെയായിരുന്നു. ഇപ്പം ഞാൻ എന്നാലും പുറത്തൊന്ന് പൗച്ചു കൊടുക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പം നല്ലോണം മാങ്ങ പിടിക്കുകയും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇനിയിപ്പോൾ ഇതിനൊന്നും ചെയ്യേണ്ട. ഞാനിപ്പോൾ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് കൂട്ട് കഴിഞ്ഞപ്പോൾ തുടങ്ങി ഞാൻ ശരിക്കും ഫിഷ് ടാങ്ക് ഉണ്ട് ഇവിടെ. ആ ഫിഷ് ടാങ്കിലെ വെള്ളം അടിച്ചിട്ട് ശരിക്കും നനച്ചു കൊടുക്കും. കാരണം ഭയങ്കര വെയിലപ്പം. അപ്പോൾ ആ വെയിലിൻ്റെ ഇതും കൊണ്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം മാങ്ങ പൊള്ളി വീണേക്കണ കണ്ടു, വലിയ മാങ്ങ പൊള്ളി. ഈ വെയിൽ മുകളിലെ ചൂടും കൊണ്ടാണ്. അപ്പോൾ ഞാനിവിടെ താഴെ ശരിക്കും നനച്ചു കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് മാങ്ങ ഒരുപാട് മാങ്ങ പിടിക്കുകയും കാര്യങ്ങളൊക്കെ ഉണ്ടായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ പല കാര്യങ്ങൾ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് വേണ്ട മാങ്ങ ഉണ്ടാവും. അതുപോലെ തന്നെ അവിടെ ഒരു ചെറിയ മാവ് ഉണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഇതുമ്മ 3 മാങ്ങ ഉണ്ടായിട്ടുണ്ട് ഇവിടെ. അപ്പോൾ 3 മാങ്ങ എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ വഴിയിലേക്ക് തൂങ്ങിയേക്കായിരുന്നു. അപ്പോൾ ഞാൻ ചെറിയൊരു വള്ളിയിട്ട് അങ്ങോട്ട് വലിച്ചു കെട്ടി, കാരണം ആരും പൊടിച്ചുകൊണ്ട് അവിടെ ആദ്യമായിട്ട് ഉണ്ടായിരുന്നതല്ല. അപ്പോൾ ഇതിനുള്ള സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ആ മരുന്നടിക്കുകയും കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ മാവിന് എന്തോ ചില പോരായ്മകൾ ഉണ്ടായിരുന്നു. അത് മാറി, അത് പുഷ്പിച്ചു. ഇപ്പോൾ അതേ മുകളിൽ അവിടെ മാങ്ങയുണ്ട്, ഒരു 3-4 അവിടെ ഉണ്ടായിട്ടുണ്ട്, അപ്പുറത്തുണ്ട്, അവിടെയൊക്കെ ഉണ്ട്. അപ്പോൾ അത്രയും അത് ചെറിയ മാവാണ്. അപ്പോൾ അത്രയും കാര്യങ്ങൾ ഇതാണ് നമ്മുടെ മാവ്. ഇത് കണ്ടോ, എന്തോ കുഴപ്പമില്ലാത്ത നരച്ചില്ലാത്ത മാങ്ങയാണെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്കിനി അപ്പൂസിനെ കാണാം. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ അപ്പൂസ് മാവ്. അപ്പൂസ് മാവിൻ്റെ ഇലകളൊക്കെ കണ്ടു. അപ്പൂസ് മാങ്ങ ഇവിടെ 2 മാങ്ങ ഉണ്ടായിട്ടുണ്ട്. 2 മാങ്ങ ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലുണ്ടോയെന്ന് അറിയില്ല. ഇത് നമ്മളുടെ ഒരു ഓൾ സീസൺ മാവിൻ്റെ ബഡ് തൈയാണ്. അപ്പോൾ നമ്മൾ മേടിച്ചു കൊണ്ടിരുമ്പോൾ ഇത് ഇത്ര വലിപ്പം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതുമ്പോൾ ഓൾറെഡി പൂക്കല ഉണ്ടായിരുന്നു, ഉണ്ണി വിരിഞ്ഞ മാങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് കുറച്ച് മാങ്ങ വലുതാവാൻ വരെ നിർത്തി. അത് കഴിയുമ്പോൾ നമ്മൾ ഒടിച്ച് കളഞ്ഞു. കാരണം മാവിന് അതിനുള്ള കരുത്തും കപ്പാസിറ്റി ഇല്ല, ചെറിയ തൈയല്ലേ. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ കൊല്ലവും വീണ്ടും പൂത്തത്. ഈ കൊല്ലമൊക്കെ ഇവിടെ പൂക്കൊല വന്നേ ഞാൻ അടത്തി കളഞ്ഞതാണ്. കാരണം ഒരു മാങ്ങ ഉണ്ടായി കഴിഞ്ഞാൽ താങ്ങാനുള്ള കമ്പിന് കരുത്തില്ല. അപ്പോൾ അത് കാരണം നമ്മൾ ഈ ചെറിയ മാവുകൾ പൂത്തു വന്നാലും നമ്മളത് അടത്തിക്കളയും. ഇത് പൂക്കണത് എന്താ കാരണമെന്ന് വെച്ചാൽ ഇത് ബഡാണ്. അപ്പോൾ നമ്മളുടെ മാങ്ങ ഉണ്ടായ മാവിൻ്റെ
ഇന്ന് മുകുളങ്ങൾ എടുത്തിട്ട് നമ്മൾ വെക്കുന്നതാണ്. അപ്പോൾ ആ മുകുളം വലുതായി വരുമ്പോൾ സ്വാഭാവികമായിട്ട് അതിന് പൂക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാകും. കാരണം മൂപ്പറ്റിയ കമ്പിൻ്റെ ആണിത്, അതുകൊണ്ടാണിത് പൂക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ പൂവ് ഒടിച്ച് കളയാം. അപ്പോൾ ഇത് ശരിക്കും വളരും. അതേസമയം മാങ്ങയ്ക്ക് നിർത്തി കഴിഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഈ മാവ് വണ്ണം വയ്ക്കില്ല, തടി വയ്ക്കില്ല, കരുത്തുണ്ടാവില്ല. ഇത് വലിക്കണ വളവും കാര്യങ്ങളും എല്ലാം ആ മാങ്ങയിലേക്ക് സപ്ലൈ ചെയ്ത് മാങ്ങ വലുതായി കിട്ടും. പക്ഷേ കുത്തൊക്കെ കൊടുത്ത് നിർത്തിയില്ലെങ്കിൽ കൊടുക്കും. അപ്പോൾ നമ്മൾ ഒരു കാരണവശാലും നമ്മുടെ മാവിനെ ഒരു കരുത്താവണ വരെ നമ്മൾ നിർത്തരുത്. അതുപോലെ തന്നെ പ്ലാവായാലും. കാരണം ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സബ്സ്ക്രൈബർ വിളിച്ചിട്ട് പറഞ്ഞു മേടിച്ച് വെച്ചിട്ട്, അപ്പോൾ ഞാൻ ഫോട്ടോ അയച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഇത്തിരി വലിപ്പം പോലെ തോന്നി. അപ്പോൾ ഞാൻ ചോദിച്ചു ഇത് 1.5 വർഷമൊക്കെ ആയതാണോ എന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു ഒന്നുമില്ല, 2 അടി പൊക്കം വെച്ചിട്ടുള്ളൂ, ഒരു നേർത്ത കമ്പാണെന്ന് പറഞ്ഞു. അതുമ്പോൾ നല്ലൊരു ചക്കയുണ്ടായി. അപ്പോൾ എന്നോട് ചോദിച്ചു എന്ത് ചെയ്യണം, ഒടിച്ച് കളയണം നിർത്തണമെന്ന്. ഞാൻ പറഞ്ഞു ഒടിച്ച് കളയാൻ പറഞ്ഞു. ഒടിച്ച് കളഞ്ഞില്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ പ്ലാവ് വലുതാവില്ല. അപ്പോൾ ഇപ്പം നമ്മൾ പ്ലാവിന് ശരിക്കും വളവും കൊടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് പെട്ടെന്ന് വലുതായി കിട്ടും. നമുക്ക് അടുത്ത കൊല്ലം ചക്ക ഉണ്ടായി കിട്ടും. അപ്പോൾ അതുപോലെയാണ് മാവായാലും പ്ലാവായാലും ചാമ്പയായാലും എന്ത് സാധനമായാലും എന്ത് ചെടിയായാലും ഫസ്റ്റ് ചെടിക്ക് കരുത്ത് വേണം. അത് പ്രകൃതിയുടെ ഒരു നിയമമാണത്. അങ്ങനെയാണെങ്കിൽ ആ പ്ലാന്റിന് ശരിക്കും ആരോഗ്യവും ആയുസ്സും ഉണ്ടാവും. ഇത് നമ്മളുടെ തക്കാളി നല്ല ചോര കട്ടയായിട്ട് നോക്കും. എനിക്ക് ഫേഷ്യൽ ചെയ്യാൻ വെച്ചിരിക്കുന്നതാണ്. ഞാൻ കുറേ ദിവസം എനിക്ക് തക്കാളി മേടിച്ചു. അപ്പോൾ പറഞ്ഞ് ഇതായിട്ട് മാത്രം ഫേഷ്യൽ ചെയ്താൽ മതി എന്ന് പറഞ്ഞു ചേട്ടൻ. നമ്മൾ ഇതിനു മുമ്പ് ഉലുവ കഷായം ഉണ്ടാക്കിയതിൻ്റെ വീഡിയോ നമ്മുടെ ഈ വീഡിയോയുടെ ലാസ്റ്റ് എൻഡ് സ്ക്രീനിൽ വയ്ക്കാം കേട്ടോ. അപ്പോൾ അത് കാണാത്തവർ അതുകൂടിയൊക്കെ ഒന്ന് കാണുക. അതുപോലെ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വിവിധ ഇനം പച്ചക്കറികളുടെ കൃഷി രീതിയും കാര്യങ്ങളും കൃഷി ചെയ്യേണ്ട സമയവും എല്ലാം ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോകളുടെ ലിങ്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാത്തവർ കാണുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളെന്നുകൂടി സെലക്ട് ചെയ്യുക. അപ്പോൾ കൂടുതൽ കൃഷി വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.